റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ 55-ാം അധ്യായം സൂറത്തു റഹ്മാനിലെ ആവർത്തിച്ചു വരുന്ന വചനത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അവതരണ ക്രമത്തിൽ 97-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ അധ്യായത്തിന് 78 വചനങ്ങളാണ് ഉള്ളത്. അള്ളാഹുവിന്റെ ഉത്കൃഷ്ട നാമമായ അർ-റഹ്മാൻ എന്ന പദം കൊണ്ട് ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ഈ സൂറത്തിന് അർ-റഹ്മാൻ എന്നാണ് പേരും ലഭിച്ചിട്ടുള്ളത്. ഈ സൂറത്തിനെ 2 ഭാഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, കൂടാതെ മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. 2-ാം ഭാഗത്ത് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാത്തവർക്കുള്ള അന്തിമ വിധിയും ശിക്ഷയെയും കുറിച്ചാണ്. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമായി ഓതി വെച്ച ആയത്തിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ ഏതൊന്നിനെയാണ് വ്യാജമാക്കുന്നത്? നിങ്ങൾ ഇരു കൂട്ടര് എന്ന് ഉദ്ദേശിച്ചത് ജിന്നുകളെയും മനുഷ്യരെയുമാണ്. ഈ ഒരു അധ്യായത്തിന്റെ പാരായണം തന്നെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം ആകർഷണം തോന്നും. ഞാൻ തറാവിഹില് ഈ ഒരു അധ്യായം പാരായണം ചെയ്തത് കേട്ടുകൊണ്ട് എനിക്ക് പഠിക്കണമെന്ന ആഗ്രഹം കൂടി വന്നു. പഠിക്കാൻ എളുപ്പമാണ് ഈ സൂറത്ത്. ആരെങ്കിലും പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിക്കണമെന്ന് കൂടി വസിയത്ത് ചെയ്യുകയാണ് ഈ ഒരു വേളയിൽ. ഈ ആവർത്തിച്ചു വരുന്ന ഈ വചനം തന്നെയാണ് ഈ സൂറത്തിന്റെ പ്രത്യേകതയിലൊന്ന്. പാരായണം കേൾക്കുമ്പോൾ ഒരു ശ്രവണ മാധുര്യം നമുക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, ഈ ആയത്ത് 31 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിന് അത്രയേറെ ഗൗരവം ഉണ്ട്. നമ്മൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിഷേധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. വല്ലാത്തൊരു ചോദ്യമാണ്. അള്ളാഹു നമുക്ക് എത്ര അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥൻ നമുക്ക് വേണ്ട വായു, ആഹാരം, സസ്യലതാദികൾ മറ്റും നൽകിക്കൊണ്ട്, സൂര്യൻ, ചന്ദ്രൻ, രാത്രി, പകല് മറ്റും നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മുടെ ജനനം തന്നെ നോക്കൂ. വേണ്ട, നമ്മുടെ ഈ കണ്ണുള്ള സ്ഥലത്ത് മൂക്കാണ് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? സംസാരിക്കാൻ നാവ് തന്നിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാൻ പോലും സാധ്യമല്ല അല്ലേ? ഇന്നലെ ഞാൻ ടൗണിലൂടെ പോകുമ്പോൾ ഒരു പലകയിൽ 4 ചക്രം വെച്ചുകൊണ്ട് 2 കാലില്ലാത്തൊരു മനുഷ്യൻ ജീവിത മാർഗത്തിനായി കളിപ്പാട്ടങ്ങൾ വിറ്റുകൊണ്ട് പോകുന്ന അവസ്ഥയാണ് കണ്ടത്. അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. അപ്പോഴാണ് പടച്ചോൻ എനിക്ക് 2 കാല് തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ, ഹംദ് പറയണല്ലോ, അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ താഴെയുള്ളവരിലേക്ക്, അസുഖം ബാധിച്ചവരിലേക്ക് നാം നോക്കിയാലാണ് നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ് എന്നും നമുക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്നും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ചെറുതാണ് എന്നുള്ളത് കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ ഒരു ക്യാൻസർ സെന്ററിലോ വൃദ്ധസദനങ്ങളിലോ മറ്റോ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അള്ളാഹു സൂറത്ത് ദാരിയാത്ത് 21-ാം വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ദേഹങ്ങളിലേക്ക് നോക്കൂ, നിങ്ങൾക്ക് അവിടെ കണ്ടറിയാം എന്ന്. എന്താല്ലേ നമ്മുടെ ഹൃദയത്തിന്റെ ഒക്കെ പ്രവർത്തനം ഒന്ന് ആലോചിച്ച് നോക്കൂ. കരളിന്റെ പ്രവർത്തനം എന്താ? അതൊക്കെ ഒരു നിമിഷം പണി മുടക്കിയാല് എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതെ, അള്ളാഹു എല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് അനുസൃതമായ രീതിയിൽ സൃഷ്ടിച്ച് പരിപാലിക്കുന്നുണ്ട്. ആ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത്. അതിന് നമ്മൾ തിരിച്ച് അള്ളാഹുവിനോട് നന്ദി കാണിക്കണ്ടേ? വിശുദ്ധ ഖുർആനിൽ തന്നെ പലയിടങ്ങളിലായിട്ട് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക, നന്ദി കേട് കാണിക്കാതിരിക്കുക എന്ന്. അതേ പ്രിയമുള്ളവരെ, നമ്മൾ ജീവിതത്തിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നത്, നന്ദി ചെയ്യുന്നത് ജീവിതത്തിലുടനീളം പതിവാക്കുക.
അൽഹംദുലില്ലാ എന്ന ഹംദ് ദിവസത്തിൽ 100-ലധികം തവണ പറഞ്ഞാലും നമുക്ക് മതിയാവുന്ന ഒന്നല്ല. അതുപോലെ തന്നെ സൂറ അന്നഹലിലെ 18-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അതിന് സാധ്യമല്ല എന്നുള്ളത്. അത്രയധികം അനുഗ്രഹങ്ങൾ നമുക്ക് പടച്ച റബ്ബ് നൽകിയിട്ടുണ്ട്. നമ്മളൊരു മനുഷ്യന് ഒരു ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരാവശ്യം വന്നാൽ അയാൾ തിരിച്ച് ഉപകാരം ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഇനിയിപ്പോൾ അഥവാ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ചെയ്തു കൊടുക്കും, അടുത്ത പ്രാവശ്യം നമ്മൾ അതിന് മെനക്കെടൂല. പക്ഷേ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ എപ്പോഴാണ് നേരാവുക ആ സമയത്ത് നേരായിക്കോട്ടെ എന്നുള്ള രീതിയിൽ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകും എന്നാണ്. അതേ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിക്കുവാനും അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമയാകാനും നമുക്കേവർക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസ് കരസ്ഥമാക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാം ഏവരെയും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സത്യവിശ്വാസികളായിക്കൊണ്ട് ജീവിക്കുവാനും മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി